ഞങ്ങളുടെ രണ്ടാമത്തെ സിനിമ സംവിധാനം ചെയ്യുന്ന സമയത്ത് അതിലൊരു ഡ്രമ്മറുടെ വേഷം വന്നു ഞങ്ങളുടെ പടത്തിൽ. ഗാനയന്ത്രമല്ലേ. അപ്പൊ ഈ ഡ്രംസിന്റെ ഒക്കെ ഒരു പ്രത്യേകത, അത് ഉപയോഗിക്കാൻ അറിയാത്തവൻ തൊട്ടാൽ അറിയാം, കണ്ടു നിൽക്കുന്നവനും ഇനി പണി അറിയത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ചില സാധനങ്ങൾ അങ്ങനെ, തോക്കൊക്കെ നമുക്ക് ആർക്ക് വേണേലും വേണേൽ പിടിച്ച് ചൂണ്ടാം, ഉപയോഗിക്കാൻ അറിയില്ലെങ്കിലും വിശ്വസിക്കും. പക്ഷെ വാദ്യോപകരണങ്ങൾ ഒരാൾ ഉപയോഗിക്കുന്നത് അഭിനേതാക്കൾ കയ്യിൽ പിടിച്ചാലും ഉപയോഗിക്കുന്ന കണ്ടാലറിയാം അത് ശീലമില്ലാത്ത ആളാണെന്നുള്ളത്. അപ്പം ഞങ്ങൾക്ക് ഒരുപാട് ആലോചിക്കാതെ തന്നെ ഒരു ഡ്രമ്മറായിട്ട് കാസ്റ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും എളുപ്പമെന്ന് തോന്നുന്നതും അത് ഏറ്റവും കൃത്യമായി ചെയ്യുമെന്നും തോന്നി ഞങ്ങൾ ഓടിച്ചെന്നത് മനോഹേട്ടന്റെ അടുത്തേക്കാണ്. അത് വളരെ ഗംഭീരമായിട്ട് മനോഹേട്ടൻ ചെയ്യുകയും ചെയ്തു. അല്ല, അത് എങ്ങനെയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. കാരണം ഡ്രമ്മർ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സാധനം നീ ആദ്യം പറഞ്ഞ കൈ കൊണ്ട് പോലും ഞാൻ തൊട്ട് നോക്കിയിട്ടില്ല. ആകെ കുട്ടിക്കാലം പോലെ തിരുനക്കര അമ്പലത്തിലും ഏറ്റുമാനൂർ അമ്പലത്തിലൊക്കെ ഗാനമേള, ബ്ലൂ ഡയമണ്ട്സിന്റെയും കോട്ടയത്തെ മറ്റേ ഗാനമേള, അതിനൊക്കെ ഡ്രംസ് വായിക്കുന്ന ആൾക്കാർ നമ്മൾ ഭയങ്കര ഫാനാണ് ആ കാലത്ത്. ഡ്രംസ് വായിക്കുന്നവർ എപ്പോഴും. അതെ. അപ്പൊ അതിലേക്ക് കൂടുതലൊരു കോൺസെൻട്രേഷൻ അക്കാലത്തുണ്ട്. അപ്പൊ അന്ന് കണ്ടിട്ടുള്ള ഇവരുടെ ജസ്റ്റേഴ്സും ബോഡി ലാംഗ്വേജും ഒക്കെ മനസ്സിൽ കയറ്റി വെച്ചിട്ടുള്ള അനുഭവം മാത്രമേ ഉള്ളൂ. അതങ്ങോട്ട് നിന്റെ പടത്തിൽ പ്രയോഗിച്ചതാണ്. അല്ല, പക്ഷേ പ്രശ്നമുള്ള ഒരു ഏരിയയാണ്. ഇങ്ങനത്തെ പ്രയോഗങ്ങളിൽ പ്രശ്നം വരുന്ന ഒരു ഏരിയയാണ് ഈ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത്. അത് വളരെ അത്ഭുതം തോന്നുന്ന വിധം ഞങ്ങൾ പിന്നീട് പടം കാണുമ്പോഴും എന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഇറങ്ങുമ്പോൾ എല്ലാം ഞാൻ പറയും, എത്രയോ സ്ഥലങ്ങളിൽ പാട്ടിനൊപ്പം ഇരുന്ന് വായിക്കുന്നുണ്ട് കൃത്യമായിട്ട്. അതിന് ശരിക്കും ഞാൻ അതിന്റെ മാച്ച് ചെയ്ത് പോയാണ്. സത്യം പറഞ്ഞാൽ 2 ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞു. ഞാനിത് എന്തൊക്കെയോ ചെയ്തു. പിഷാരടി പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറഞ്ഞില്ല. അപ്പൊ ഞാനത് കുഴപ്പമാണോ, ഈ ഡ്രംസിന്റെ എന്റെ ശരിയായിട്ടുണ്ടോ അറിയാനൊന്നും പറഞ്ഞില്ല, പിഷു ഒന്നും പറഞ്ഞില്ലല്ലോ. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും റഷോ അങ്ങനെ എന്തോ കുറച്ച് കണ്ടിട്ട് എന്നെ വിളിച്ചു, മനോട്ടാ ഡ്രംസ് കലക്കി കേട്ടു, നിങ്ങളത് കറക്റ്റ് ആയിട്ട് അങ്ങനെ ഒരാൾ ചെയ്യുന്ന പോലെ കണ്ടിട്ടുണ്ട്. ഞാൻ എത്രയോ വർഷം ഗാനമേളയുടെ ഇടവേളയിൽ മിമിക്രി കളിക്കാൻ പോയി നിന്നിട്ടുള്ള ആളാണ്. ചെറിയ പടിയെടുത്ത് അതേ മുട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് അതിന്റെ ഒരു ജസ്റ്റേഴ്സ് കണ്ടാൽ അറിയാം. അതുപോലെ തന്നെ ലൈവ് ഓർക്കസ്ട്ര വായിച്ചിട്ടുള്ള ഒരു ഫൈറ്റ് സീൻ ഉണ്ട് അതിനകത്ത്. അതെ, അതും വളരെ റെയർ ആയിട്ടുള്ള ഒരു സീനാണ്. ആ സീനിനെയൊക്കെ എലിവേറ്റ് ചെയ്യുന്നതിനകത്ത് മനോഹേട്ടന്റെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. മാത്രമല്ല റീ റെക്കോർഡിംഗ് പിന്നെയല്ലേ ഇത്, ഇതിനകത്ത് തന്നെ ഫൈറ്റ് നടക്കുമ്പോൾ ലൈവായിട്ട് നമ്മൾ വായിച്ചിടാം. റീ റെക്കോർഡിംഗ് പിന്നെയാണ് വെച്ചേക്കുന്നത്. ഡയറക്ഷന്റെ മികവാണ് കേട്ടോ.